ഈശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താല്പര്യമെന്ന് പോലീസ് പറയുന്നു. ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇതെന്റെ മൂന്നാമത്തെ വീഡിയോ. ഓരോ ദിവസവും ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരുമ്പോ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പരനാറി, എടാ ഡബിൾ ഡാഡി സിൻഡ്രോം കൊണ്ട് നടക്കുന്ന മോനെ, നിനക്ക് വെളിച്ചെണ്ണ കച്ചവടമായിരുന്നു പണിയെങ്കില് നീ ആ പണി എടുത്താ പോരെ? എന്തിനാടാ നാറി കല്യാണം കഴിച്ച ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർക്കാൻ പോയേ? നിനക്ക് വെളിച്ചെണ്ണയും കൊണ്ട് കണ്ടവന്മാരുടെ കൂടെ പോവാനാണെങ്കിൽ അത് അവിടെ പോയാൽ മതിയായിരുന്നു. അല്ലാണ്ട് 200 പവനും മേടിച്ച് വീട് സ്ഥലവും വേറെ എഴുതി മേടിച്ച് കല്യാണവും കഴിച്ച് 25 ദിവസവും എങ്ങാണ്ട് പെങ്കൊച്ചിന്റെ കൂടെ താമസിച്ചിട്ട് അവൻ തിരിച്ചു പോയേക്കുന്നു അവന്റെ വെളിച്ചെണ്ണ കച്ചവടം നടത്താൻ വേണ്ടിട്ട്. പാറ്റനാറി. ഇവനൊരു അനിയൻ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അനിയനിപ്പൊ എന്തായാലും പറയാനുണ്ടോ? അനിയ തെറ്റ് മൊത്തം ആ പെങ്കൊച്ചിന്റെ അമ്മയുടെ പേരിലായിരുന്നു. അമ്മ സമ്മതിക്കുന്നില്ല, അമ്മയ്ക്ക് പൊസസീവ്നെസ്, തേങ്ങാക്കൊല. അവന്റെ ചേട്ടൻ പുണ്യാളന്റെ തനി കോണം ഇപ്പൊ അറിഞ്ഞോ? അനിയനെ വീട്ടുകാരും ഉളുപ്പില്ലാത്ത കുറെ എണ്ണങ്ങള്. എടാ, ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ജീവിക്കണം. ഇതിനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഗേ ആയിട്ടും ലെസ്ബിയൻസ് ആയിട്ടൊക്കെ. അവരെ പോലെ അന്തസ്സായിട്ട് ജീവിക്കണം. അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീധനവും മേടിച്ച് കല്യാണവും കഴിച്ചിട്ട് ആ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ നിന്റെ സൗകര്യം അന്വേഷിച്ചു പോവല്ല ചെയ്യേണ്ടത്, നാറി. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താല്പര്യമെന്ന് പോലീസ് പറയുന്നു. ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഇവനൊക്കെ എന്തുവാ ചെയ്യണ്ടേ? ഇവനൊക്കെ താളം കൊണ്ട് അടിച്ച് പൊട്ടിക്കാ ചെയ്യേണ്ടത്. എടാ, അന്തസ്സായിട്ട് നാണോ മാനോ മര്യാദ ഉണ്ടെങ്കിൽ നീ ആ പെങ്കൊച്ചിന്റെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞ ആ കല്യാണം അവിടെ നിർത്തണമായിരുന്നു. അല്ലാണ്ട് ആ പെണ്ണിനെയും കല്യാണം കഴിച്ച് അതിന്റെ ജീവിതവും നശിപ്പിച്ച് അതിന്റെ സ്വപ്നങ്ങളും നശിപ്പിച്ചിട്ട് ജീവിക്കുന്ന നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്കൊന്നും ജീവിക്കാനേ അർഹതയില്ല. അറിയാവോ നിനക്ക്? നാട്ടുകാരും കുടുംബക്കാരും ഞാൻ ഇങ്ങനെയാണ് എന്നറിയണ്ട എന്ന് വിചാരിച്ചായിരിക്കല്ലോ നീ കല്യാണം കഴിച്ചത്, അല്ലേ? എന്നിട്ടിപ്പൊ എന്തായി? ലോകം മൊത്തം അറിഞ്ഞു മോന്റെ കയ്യിലിരിപ്പ്. പോലെയുള്ള കുറെ എണ്ണങ്ങളുണ്ട്. ആ ജാസി വേറൊരുത്തൻ, അത് നിന്നെ പോലെ തന്നെയായിരുന്നല്ലോ. 2019 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. പക്ഷേ 2019 വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയെങ്കിലും 54 ദിവസം മാത്രമാണ് ഈ 6 വർഷത്തിനിടയിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ഉണ്ണികൃഷ്ണന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചതിൽ നിന്നാണ് ഗേ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പലപ്പോഴും ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുന്നതിന് ബന്ധുക്കളോടക്കം ഫോണിൽ പോലും ബന്ധപ്പെടാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ലായിരുന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളടക്കം പങ്കുവച്ചത്. ഇത് ബോധപൂർവം ഗ്രീമയുമായും കുടുംബവുമായും അകലം പാലിക്കുന്നതിന് കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു എന്ന് കൂടി പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നതിന് മതിയായ കാരണങ്ങൾ ഇല്ലായിരുന്നുവെന്നും ഈ ഉണ്ണികൃഷ്ണന്റെ ഈ ഗേ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം, ആൺ സുഹൃത്തുക്കളെ തേടിയുള്ള വിദേശ യാത്രകൾ, ഇതൊക്കെയാണ് ഇങ്ങനെ ഈ ബന്ധം കഴിഞ്ഞ ഈ മാസം ആദ്യ വാരത്തിൽ തന്നെ നിയമപരമായി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നതിന്റെ കാരണമെന്നാണ് നിലവിലെ കണ്ടെത്തൽ. അതേസമയം വിശദമായി ചോദ്യം ചെയ്ത കേസുമായി ബന്ധപ്പെട്ട ആവശ്യമായി ഉണ്ട് എന്നും പൂന്തറ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഒരാഴ്ച മുമ്പാണ് ആത്മഹത്യയെക്കുറിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഗ്രീമയും അമ്മയും ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഉണ്ണികൃഷ്ണൻ ഈ ഗ്രീമയെയും അമ്മയും മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ പരസ്യമായി തന്നെ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ മനോവിഷമത്തിലാണ് അവർ ആ വീട് വിട്ട് പോയത് എന്നുള്ള വിവരങ്ങൾ
ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി, ഗ്രീമയുടെ ബന്ധുക്കൾ തന്നെ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. എടാ നാറി, നീ ഇത്രയും വലിയൊരു വൃത്തികെട്ടവൻ, ഒരു ചെറ്റ. എന്നിട്ട് ഇവനെങ്ങാണ്ട് കല്യാണത്തിനോ മരണത്തിനോ എന്തിനോ വന്നിട്ട് പബ്ലിക് ആയിട്ട് ആ കൊച്ചിനെ വീട്ടുകാരെ അഭിമാനിച്ചിരിക്കുന്നു ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട്. നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇത്രയും വല്ല പരനാറിയായ ചെറ്റയായ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് അടക്കം വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരെ ഈ വിവാഹബന്ധം വേർപെടുത്താനുണ്ടായ കാരണം എന്താണ്, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കങ്ങളിലേക്ക് കടക്കാനിടയ കാരണം എന്താണ് എന്നതിലൊരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഡാൻ, ഇതോടൊപ്പം ഈ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇവരെ കാര്യമായി അധിക്ഷേപിക്കാറുണ്ടായിരുന്നു. ഗ്രീമയുടെ ഐശ്വര്യക്കേടാണ് അയാൾക്ക് PhD കിട്ടാതിരിക്കാൻ കാരണം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഗ്രീമയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഈ ഉണ്ണികൃഷ്ണന്റെ സഹോദരനടക്കം രംഗത്ത് വന്നത് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ഈ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത രീതിയിലാണ്, അങ്ങനെ പല രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മാറി മാറി വരുന്നുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ കുറച്ചുകൂടി വ്യക്തത വരികയാണോ? ഈ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് ഗ്രീമയുമായുള്ള ബന്ധം തുടരാൻ ആഗ്രഹിച്ചില്ല എന്ന തരത്തിൽ വ്യക്തത ഇനിയൊന്നും വരാനില്ലല്ലോ. ആ തെണ്ടി ഒരു ഗേ ആണ്, അതുകൊണ്ടാണ് അവന് താല്പര്യം ഇല്ലാതിരുന്നത്. എന്നാ പിന്നെ കെട്ടാൻ പാടില്ലായിരുന്നു. ഈ ഇതുപോലുള്ള കുറെ എണ്ണങ്ങളുണ്ട്, കുറെ പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിക്കുന്ന കുറെ എണ്ണങ്ങള്. ഇങ്ങനെ ഒരുത്തനാണ് ഞാൻ എന്ന് നാട്ടുകാരും കുടുംബക്കാരും അറിയിക്കാതിരിക്കാൻ വേണ്ടിട്ട് വീട്ടുകാർ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കും, അതിനെ അവനങ്ങ് കെട്ടും. ഇത് ഇങ്ങനെ ഒരു നാറിയാണെന്ന് ആ വീട്ടുകാർക്ക് അറിയോ? ഇല്ല. ഇവൻ അതും മറച്ചു വെച്ചിട്ട് ഇവൻ വേറെ തേടി പോവുകയും ചെയ്യും, ഈ പെണ്ണിനെ കെട്ടുകയും ചെയ്യും. കുടുംബം ഇപ്പോഴും ആ ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗ്രീമയ്ക്ക് സ്വകാര്യത നൽകിയിരുന്നില്ല. ഗ്രീമയുടെയും ഉണ്ണികൃഷ്ണന്റെയും ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടൽ നടത്താൻ ഗ്രീമയുടെ അമ്മ ശ്രമിച്ചു. അതാണ് ഈ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു പ്രതികരണമാണ് നേരത്തെ മുതൽ തന്നെ ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ അടക്കം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളോടടക്കം അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തതാണ്. അതേസമയം അതിനപ്പുറത്തേക്കുള്ള മറ്റു ചില കാരണങ്ങളിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ബന്ധം ഇങ്ങനെ വേർപെടുത്തുക എന്നൊരു നീക്കത്തിലേക്ക് ഉണ്ണികൃഷ്ണനെ എത്തിച്ചത് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊബൈൽ ഫോൺ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗ്രീമയുടെ പിതാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും തയ്യാറായില്ല, വീട്ടിലെത്തിയിട്ടില്ല, ഫോണിൽ വിളിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഈ 6 വർഷത്തിനിടയിൽ ഒരു തവണ മാത്രമാണ് ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എത്തിയത് എന്നൊരു വിവരം കൂടി. എങ്ങനെ വരും? നല്ല കുറ്റബോധം ഉണ്ടാവും കാണിക്കുന്നത് എണ്ടിത്തരാണെന്ന് മനസ്സിലായപ്പോ. അവന് തന്നെ നല്ല ബോധമുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് എണ്ടിത്തരാണ്. അപ്പൊ പിന്നെ ആ ബെങ്കോസിന്റെ വീട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ. എടാ പരന്നറി, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ നിനക്ക് ഡിവോഴ്സ് മേടിച്ചിട്ട് കൊടുത്തിട്ട് പൊക്കൂടായിരുന്നോ? ആ പെണ്ണിന്റെ ജീവിതവും നശിപ്പിച്ചിട്ട് അവൻ വെളിച്ചെണ്ണ കച്ചവടം കൊണ്ട് നടക്കുമായിരുന്നു രാജ്യം തോറും. വൃത്തികെട്ടവൻ.